ഒരു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള അറിവും പരിചയവുമുള്ള വ്യക്തിയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. ടെക്നിക്കൽ വേർഡായ സ്റ്റാക്ക് റെപ്രസെൻറ്റ്സ് കളക്ഷൻസ് ഓഫ് ടെക്നിക്കൽ പീസസ്. അതായത് ഇങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് അറിയാൻ നമുക്ക് ഈ സ്റ്റാക്കിനെ 3ആയി ഡിവൈഡ് ചെയ്യാം. ഡാറ്റാബേസ്, ബാക്ക് എൻഡ് ഡെവലപ്പിംഗ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗ്. ഇവ 3ഉം ചേർന്നാൽ ഒരു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ആമസോൺ വെബ്സൈറ്റിൽ ഒരു ഐറ്റം സെർച്ച് ചെയ്താൽ മാച്ചിങ് റിസൾട്ട് നമുക്ക് കിട്ടും. ഇവിടെ നമ്മളുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് ആണ്. ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റാസ് എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ബാക്ക് എൻഡ് നമുക്ക് റിസൾട്ട് തരുന്നു. ബാക്ക് എൻഡ് തരുന്ന റിസൾട്ട് വിഷ്വലി ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഫ്രണ്ട് എൻഡ്. സോ ഡാറ്റാബേസ്, ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന് ഇവ 3ഉം അറിയാം. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ ഇനി ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണമെന്ന് നോക്കാം. ജാവാസ്ക്രിപ്റ്റ്, HTML, CSS എന്നീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെബ് ഡെവലപ്പിംഗ് സെഷനിൽ വരും. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഈ ലാംഗ്വേജസ് ഉപയോഗിക്കാം. ഇനി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയേണ്ടതെന്ന് നോക്കാം. Kotlin for Android, Swift for iOS, Dart for hybrid. ബാക്ക് എൻഡ് ഡെവലപ്പിങ്ങിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് ആണ് പൈത്തണും Node.js-ഉം. ഇതുകൂടാതെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ജാവ, PHP, C# എന്നിങ്ങനെ. ഡാറ്റാബേസിൽ SQL ക്വറീസ് യൂസ് ചെയ്യാൻ MySQL, മൈക്രോസോഫ്റ്റ് SQL സെർവർ, Oracle DB യൂസ് ചെയ്യാം. ഇനി NoSQL ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ MongoDB യൂസ് ചെയ്യാം. ഒരു ദിവസം കൊണ്ട് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഉണ്ടാവുകയില്ല. നാളുകളുടെ പരിചയം കൊണ്ടും ഒരുപാട് ഹാർഡ് വർക്കിലൂടെയുമാണ് ഡെവലപ്പർ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായി മാറുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.